ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് രാവിലെ ഒരു കപ്പ് കാപ്പി കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം തുടങ്ങാൻ പോലുമാകില്ല. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദീർഘവീക്ഷണമുള്ള ഒരു മാർപ്പാപ്പ തന്റെ ഉപദേശകരുടെ വാക്കുകേട്ട് കാപ്പിയെ നിരോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമുക്ക് ഈ പാനീയം ആസ്വദിക്കാൻ കഴിയില്ലായിരുന്നു എന്ന വസ്തുത എത്ര പേർക്കറിയാം. കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന ക്ലെമന്റ് 8-ാമൻ മാർപ്പാപ്പയാണ് കാപ്പിയെ നിരോധനത്തിൽ നിന്നും രക്ഷിച്ച ആ നായകൻ. ഒരു കഥ പോലെ തോന്നാമെങ്കിലും കത്തോലിക്ക ചരിത്രകാരന്മാർക്കിടയിൽ തലമുറകളായി കൈമാറി വരുന്ന രഹസ്യമായ ഒരു ചരിത്ര വിശേഷണമാണിത്. ക്ലെമന്റ് 8-ാമൻ മാർപ്പാപ്പ സഭ ഭരിച്ചിരുന്ന AD 1600-കളിലാണ് ഈ സംഭവം നടക്കുന്നത്. അക്കാലത്ത് മുസ്ലിം രാജ്യങ്ങളിൽ വളരെ ജനപ്രിയമായിരുന്ന കാപ്പി പതിയെ ക്രിസ്ത്യൻ യൂറോപ്പിലേക്കും എത്തിത്തുടങ്ങി. എന്നാൽ പുതിയൊരു പാനീയത്തിന്റെ വരവ് അന്നത്തെ പല ക്രിസ്ത്യൻ നേതാക്കൾക്കും വലിയ ആശങ്കയുണ്ടാക്കി. അക്കാലത്ത് യൂറോപ്പിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ വീഞ്ഞ് സർവ്വസാധാരണമായിരുന്നു. വിശുദ്ധ കുർബാനയിൽ പോലും വീഞ്ഞാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മുസ്ലിം മതവിശ്വാസത്തിൽ വീഞ്ഞ് നിഷേധമായതിനാൽ അവർ അതിനു പകരമായി കണ്ടെത്തിയ സാംസ്കാരിക പാനീയമാണ് കാപ്പിയെന്നായിരുന്നു യൂറോപ്യന്മാരുടെ ധാരണ. ഇതോടെ കാപ്പി ക്രിസ്തുമതത്തിന് വിരുദ്ധമായ ഒന്നാണെന്നും അത് സാത്താന്റെ കൈപ്പേറിയ കണ്ടുപിടുത്തമാണെന്നും വലിയ തോതിൽ പ്രചാരണമുണ്ടായി. കാപ്പിയെ പൂർണ്ണമായി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പലരും മാർപ്പാപ്പയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ ഉപദേശകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ധൃതി പിടിച്ച് ഒരു തീരുമാനമെടുക്കാൻ ക്ലെമന്റ് 8-ാമൻ മാർപ്പാപ്പ തയ്യാറായില്ല. നിരോധനത്തിന് മുൻപ് എന്താണ് ഈ പാനീയമെന്ന് തനിക്ക് നേരിട്ട് രുചിച്ചു നോക്കണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു. അങ്ങനെ മാർപ്പാപ്പയ്ക്കായി ഒരു കപ്പ് കാപ്പി തയ്യാറാക്കപ്പെട്ടു. ആദ്യമായി കാപ്പി കുടിച്ച മാർപ്പാപ്പ അതിന്റെ രുചിയിൽ പൂർണ്ണമായും ആകൃഷ്ടനായി. കാപ്പി കുടിച്ച ശേഷം അദ്ദേഹം ആശ്ചര്യത്തോടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, "ഈ പാനീയം ഇത്രയും രുചികരമാണോ? എങ്കിൽ പിന്നെ ഇത് അവിശ്വാസികൾക്ക് മാത്രം കുടിക്കാൻ വിട്ടുകൊടുക്കുന്നത് വലിയ കഷ്ടമായിരിക്കും. ചില ചരിത്ര രേഖകൾ പ്രകാരം ഈ സാത്താന്റെ പാനീയത്തെ നമുക്ക് ജ്ഞാനസ്നാനം മുക്കി ഒരു ക്രിസ്തീയ പാനീയമാക്കാമെന്ന് അദ്ദേഹം തമാശയായി പറഞ്ഞതായും പറയപ്പെടുന്നു." ഒടുവിൽ കാപ്പി കുടിക്കാൻ അദ്ദേഹം വിശ്വാസികൾക്ക് ഔദ്യോഗികമായി അനുവാദം നൽകുകയും ആശീർവദിക്കുകയും ചെയ്തു. ചരിത്രകാരന്മാർ ഇതിനെ ഔദ്യോഗികമായി സഭാവിജ്ഞാപനമായി കാണുന്നതിനേക്കാൾ യൂറോപ്യൻ സമൂഹം കാപ്പിയെ എങ്ങനെ സ്വീകരിച്ചു എന്നതിന്റെ ഭാവനാത്മകമായ അടയാളപ്പെടുത്തലായാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയുന്നതിനു മുൻപ് അതിനെ തള്ളിക്കളയരുതെന്ന് ചിന്തിച്ച ക്ലെമന്റ് 8-ാമൻ മാർപ്പാപ്പയോട് രാവിലത്തെ ഓരോ കാപ്പി കുടിക്കുമ്പോഴും നമുക്ക് നന്ദി പറയാം.